നിങ്ങൾ ഫാമിലി ആയിട്ട് യൂറോപ്പിൽ പോയി സെറ്റിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണോ? എങ്കിൽ സ്വീഡൻ സ്റ്റഡി പ്രോഗ്രാം അതിനുള്ളൊരു ഓപ്ഷനാണ്. സ്വീഡൻ ഒരു ടെക്നോളജിക്കലി ഹൈ എൻഡ് കൺട്രിയാണ്. അവിടെ നമുക്ക് ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും പഠിക്കാം. സ്വീഡൻ്റെ ഒരു പ്രത്യേകത എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ആയാലും ബാച്ചിലേഴ്സ് ആയാലും ഗ്യാപ്പ് വന്ന് പഠിക്കാം എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ ഒരു 45 വയസ്സ് വരെ നമുക്ക് പഠിക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇതിനകത്തൊക്കെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IELTS ഇല്ലാതെ പോകാം എന്നുള്ളതാണ്. IELTS ഇല്ലാതെ പോകാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളും സ്വീഡനിലുണ്ട്. വിത്തൗട്ട് IELTS ഓപ്ഷൻ സ്വീഡൻ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ഫുൾ ഫാമിലിനെ കൊണ്ടുപോകാനായിട്ടും പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. മിക്കവാറും കൺട്രീസൊക്കെ ഇപ്പം ഈ സ്പൗസ് വിസ അല്ലെങ്കിൽ ഫാമിലി വിസനെ അങ്ങോട്ട് അലൗ ചെയ്യുന്നില്ല. പക്ഷേ സ്വീഡൻ ഇപ്പോഴും സ്പൗസിനെ അലൗ ചെയ്യുന്നുണ്ട്. അത് ബാച്ചിലേഴ്സിനും അലൗ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്വീഡനിൽ നിങ്ങൾക്കൊരു സ്റ്റഡീസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബാച്ചിലർ ഡിഗ്രിയാണ് നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് 12th മാത്സ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ റിക്വയർമെൻറ്റ്. കൂടാതെ IELTSന് 6.5 എടുത്തിരിക്കണം. നിങ്ങളൊരു സ്വീഡൻ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 16 വർഷത്തെ സ്റ്റഡീസ് ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ നിങ്ങളുടെ ബാച്ചിലർ ഡിഗ്രി 4 വർഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി 3 വർഷം ഉള്ളെങ്കിൽ ഒരു റെലവൻറ്റ് മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വീഡനിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാനായിട്ടും പറ്റുള്ളൂ. പക്ഷേ മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിത്തൗട്ട് IELTS അല്ലെങ്കിൽ വിത്തൗട്ട് ലാംഗ്വേജ് എബിലിറ്റി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റും. അതിനുള്ള ഓപ്ഷൻസ് എല്ലാം സ്വീഡൻ നമുക്ക് തന്നിട്ടുണ്ട്. കുറച്ച് യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഉള്ളൂ ആ ഒരു ഓപ്ഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. എന്നാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് എന്തൊക്കെ പ്രോഗ്രാം എടുക്കാൻ പറ്റും, വിത്തൗട്ട് IELTS അല്ലെങ്കിൽ വിത്തൗട്ട് ഇംഗ്ലീഷ് എലിജിബിലിറ്റി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ സ്വീഡൻ ഒറ്റ ഇൻടേക്ക് മാത്രമേ ഉള്ളൂ. അത് ഓഗസ്റ്റ് സെപ്റ്റംബറാണ് ഇൻടേക്ക് വരുന്നത്. 2025 ആപ്ലിക്കേഷൻ ഓഗസ്റ്റ് 15 സ്റ്റാർട്ട് ചെയ്യുന്നത്. ജനുവരി 15 വരെയാണ് ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ ഉള്ളത്. ഇതിനുള്ളിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ആപ്ലിക്കേഷന് വേണ്ടത് എന്നൊക്കെ അറിയണമെങ്കിൽ ഞങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. എൻ്റെ പേര് ജിജി. ഞാൻ സംസാരിക്കുന്നത് സ്റ്റഡിഗോ ഓവർസീസ് കൺസൾട്ടൻസ്. താങ്ക് യു.